നമസ്കാരം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവോണം നക്ഷത്രക്കാർക്ക് തീവ്രമായ ഏഴര ശനിയുടെ സമയമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. വളരെ പതിഞ്ഞ സ്വഭാവക്കാരും ശാന്തതയോടുകൂടി പ്രതികരിക്കുന്നവരും ആലോചിച്ച് തീരുമാനമെടുക്കുന്നവരുമാണ് തിരുവോണം നാളുകാർ. ഏത് കാര്യത്തിലും നന്നായി വിലയിരുത്തിയതിന് ശേഷം മാത്രം പ്രതികരിക്കുന്നവരാണ് തിരുവോണം നാളുകാർ. അതേസമയം മാനസികമായി വിഷമങ്ങൾ അനുഭവപ്പെടുമ്പോൾ ശരിയായ രീതിയിൽ അതിനെ നേരിടുന്നതിനോ അതിനെ തരണം ചെയ്യുന്നതിനോ ഉള്ള പക്വതയും കഴിവും നിങ്ങൾക്ക് പൊതുവെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ജീവിത പ്രതിസന്ധികളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാറുള്ളതായി കാണുന്നു. ഇപ്പോൾ ഏഴര ശനിയുടെ ദോഷങ്ങൾ വളരെ കൂടുതലായി അനുഭവപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് ധനനഷ്ടങ്ങൾ അനുഭവപ്പെടാം. ആരോഗ്യ പ്രശ്നങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഉദര സംബന്ധമായ വൈഷമ്യങ്ങൾ ഇവയെല്ലാം വർദ്ധിച്ചു വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ, ഇച്ഛാഭംഗം, മനോമാന്ദ്യം ഇവയെല്ലാം നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ അഭിപ്രായ ഭിന്നതകളും അസ്വസ്ഥതകളും വളരെയധികം വർദ്ധിച്ചു വരുന്നതിനിടയുണ്ട്. ജീവിത സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ ശ്രമിക്കുന്തോറും കുരുക്ക് മുറുകുന്നതായി അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിങ്ങൾ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങളിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നതാണ്. എന്നാൽ നിങ്ങളുടെ ഈ വിഷമഘട്ടങ്ങളിൽ ശരിയായി മാർഗനിർദ്ദേശം നൽകുന്നതിനും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിങ്ങളെ മുമ്പോട്ട് നയിച്ച് തരണം ചെയ്യിക്കുന്നതിനും ഉതകുന്ന ഏറ്റവും വിശേഷമായ ഒരു ആത്മബന്ധമോ ആചാര്യബന്ധമോ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതിനുള്ള സാഹചര്യമാണ് കാണുന്നത്. ജീവിതത്തിൽ സർവാത്മന ഒരു വലിയ പരിവർത്തനത്തിൻ്റെ കാലഘട്ടമാണ് ഒക്ടോബർ മാസത്തിന് ശേഷം നിങ്ങളെ അഭിമുഖീകരിക്കുവാൻ പോകുന്നത്. ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളെയും മറികടന്ന് അത്യുന്നതമായ വിജയം നേടുന്നതിനാവശ്യമായ മാർഗങ്ങൾ ഈ പുതിയ ആത്മബന്ധത്തിലൂടെ നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായി കാണപ്പെടുന്നു. ഇപ്പോഴത്തെ ഗ്രഹനിലയും ദോഷസ്ഥിതികളും ശരിയായ പ്രശ്നചിന്തയിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുവാനാണ് ശ്രമിക്കേണ്ടത്. താൽക്കാലികമായ ദോഷനിവാരണത്തിനായി ഒരു നവഗ്രഹ ഹോമം നിങ്ങളുടെ വീട്ടിൽ നടത്തുക. അതോടൊപ്പം സ്ഥലരക്ഷയും അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഒക്ടോബറിന് ശേഷം എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഗുണാത്മകമായ ഒരു പരിവർത്തനം തന്നെ കടന്നു വരുന്നതായി കാണുന്നു.